സ്വാഗതം പറഞ്ഞത് വൈസ് പ്രസിഡൻ്റാണ്, പ്രസിഡൻ്റല്ല, അതിലൊക്കെ തെറ്റുപറ്റിയാണ്. അപ്പോൾ സ്വാഗതം കഴിഞ്ഞ്, പക്ഷേ ശരിക്കും പറഞ്ഞാൽ അധ്യക്ഷന്മാർ സ്വാഗതം പറയാറില്ല. എന്നാൽ നമ്മുടെ ഇടവകയിൽ ചിലവർ അധ്യക്ഷ പ്രസംഗം നടത്താൻ സ്വാഗതം പറയാറുണ്ട് അധ്യക്ഷന്മാർ. ശരിയായ നടപടിയല്ല. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ജോൺ ബോൾ യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു 10-18 വർഷക്കാലം എനിക്ക് ഈ യൂണിറ്റ് പ്രവർത്തിക്കാൻ കഴിഞ്ഞു, പ്രസിഡൻ്റായും പല കാര്യങ്ങളായും. ശരിക്കും 26 വർഷമുണ്ട്. എന്നാലും സ്ഥാനങ്ങളേറ്റ് ഇതിൽ ലൈവായിട്ട് ഇപ്പോൾ ഒരു 18 കൊല്ലമാണ്. അതിലൊരു 12 കൊല്ലം പ്രസിഡൻറ്റുമായിട്ടുണ്ട്. അതൊരു 2 കൊല്ലം ആദ്യ കാലഘട്ടത്തിലൊക്കെ പ്രസിഡൻറ്റുമാരല്ല കൗൺസിലിൽ വേണ്ടത്, കൗൺസിലേഴ്സും പറഞ്ഞ് അങ്ങനെ എടുക്കുമായിരുന്നു. പിന്നെ പ്രസിഡൻറ്റ് വേറെ. നമ്മുടെ ആദ്യം ഏലിയാമ്മ ടീച്ചറിൻ്റെ വീട്ടിൽ നിന്നാണ് തുടങ്ങിയത് കോഴിക്കണക്കുള്ള സമയത്ത്. അന്ന് മുതൽ ഇന്ന് വരെ എന്നെ കൂടി സഹകരിച്ച എല്ലാ കമ്മിറ്റിക്കാർക്കും കുടുംബാംഗങ്ങൾക്കും പ്രത്യേകം ഞാൻ നന്ദി പറയും. രണ്ടാമത് പറയാനുള്ളത് നമ്മുടെ ഇടവകയിലെ ചില വിഷയങ്ങളാണ്. അത് കാട് കയറി പോകുന്നില്ല. എനിക്ക് നമ്മുടെ വികാരിയച്ചനായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം നമ്മളുടെ കൗൺസിൽ എന്ന് പറഞ്ഞാൽ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ കൗൺസിൽ വർഷങ്ങളായിട്ട് ഞാനതിലുള്ളതാണ്. ഇതിലിരിക്കുന്ന വൈസ് ചെയർമാനുണ്ട്, ജോയിച്ചാൽ ഇവരൊക്കെ ഉണ്ട്. പക്ഷേ കൗൺസിലിനെ ഒരിക്കലും കളിയാക്കാൻ പാടില്ല. കൗൺസിൽ എന്ന് പറഞ്ഞത് ഞാനാണ്. ഈ ഇരിക്കുന്ന യൂണിറ്റുകളിൽ നിന്ന് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്കൊരു വിലയില്ല, നിങ്ങളാരുമല്ല. ഞാനാണ് കൗൺസിൽ എന്ന് പറഞ്ഞ ഏക വികാരിയാണ്. അതിനുമുമ്പ് ഒരു വികാരി ഉണ്ടായിരുന്നു, പുള്ളി അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വെട്ടിയെടുത്ത് പോയി. അത് അഹങ്കാരം എന്ന് പറയുന്നില്ല, അത് ശരിയല്ല. ഒരിക്കലും ഒരു ഇടവക നശിപ്പിക്കണേ തുല്യമാണ്. കാരണം നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം, ഈ പള്ളിയുടെ കൗൺസിൽ എന്ന് പറഞ്ഞാൽ പള്ളിയിലെ പല കാര്യങ്ങളും ചർച്ച ചെയ്ത് ഓരോരോ കാര്യങ്ങൾ, ഇപ്പോൾ ഹോള്, ഓരോരോ പ്രശ്നങ്ങൾ, ഈ അവസാനം ബാങ്ക്, ഇതൊക്കെ എന്ത് വിഷയങ്ങളായിരുന്നു അറിയാമോ കൗൺസിൽ. പക്ഷെ അത് ചർച്ചയിലൂടെ പരിഹരിച്ച് നേടിയെടുക്കുമ്പോഴാണ് അതിനൊരു വില. അല്ലാതെ ഞാനാണ് കൗൺസിൽ, ഞാൻ പറഞ്ഞ നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരിയായ ഒരു വികാരിക്ക് ചേർന്നതല്ല. പുള്ളി എനിക്ക് മറുപടി തരും, എനിക്കറിയാം, അങ്ങനത്തെ ആളാണെന്നും എനിക്കറിയാം. അതുകൊണ്ടല്ല. ഇടവകയെ നശിപ്പിക്കാൻ പെട്ടെന്ന് കഴിയും. ഒരു ഇടവക നന്നാവണം, ആദ്യം വികാരി നന്നാവണം. എൻ്റെ പോളിസിയാണ്. നിങ്ങൾക്ക് തിരുത്തുണ്ടെങ്കിൽ തിരുത്താം. ഇപ്പോൾ അത് കണ്ട ആ ദുഃഖശനിയാഴ്ച കണ്ട 6 കുർബാനക്ക് ആ പെൺകൊച്ചി ആൾക്കാരെ കയറിയെന്ന് കാർ ഓഫീസർ വായിക്കാൻ കയറിയിട്ട് വായിപ്പിച്ച വികാരിയച്ചൻ. എനിക്കിപ്പോൾ പുള്ളി റിട്ടയർഡ് SI ആയിട്ട് എനിക്ക് തോന്നണം, ഒരു വികാരിയച്ചായിട്ട് തോന്നണില്ല. ആ കൊച്ചിൻ്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. നമുക്ക് ക്ലാസ് എടുക്കുക, ആൾക്കാരിൽ നിന്ന് ഓരോ പ്രസംഗിക്കും. പിന്നെ പുറത്തോട്ട് വന്ന് കാണിക്കണ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ തലക്കെട്ടടിക്കാൻ തോന്നും. അതൊരിക്കലും ശരിയല്ല. ഇടവക നശിച്ചു. ഇപ്പം ഞാൻ തന്നെ വർഷങ്ങളായിട്ടും പള്ളിക്കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. കാര്യങ്ങൾ തുറന്നു പറയും കൗൺസിലായാലും എവിടെ. അതെൻ്റെ സ്വഭാവമാണ്. എൻ്റെ അപ്പം പഠിപ്പിച്ചേക്കണം അതുപോലെ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൊല്ലം ഈ യൂണിറ്റ് കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റിയത്. ശരിയല്ല, പല കാര്യങ്ങളും ഒരുപാട് പറയാനുണ്ട് എനിക്ക്. പക്ഷേ വളരെ മോശമാണ്. നമ്മളെ ഇടവകയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്, ഒരൊറ്റ എണ്ണം മിണ്ടൂല്ല. എന്തിന്? ഈ പറഞ്ഞ കൗൺസിലേഴ്സ് തന്നെ ഒരൊറ്റ എണ്ണം മിണ്ടൂല്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ചണ്ടന്മാരെ വരെ നോക്കിയിരിക്കും. നട്ടയിലുള്ള ഒറ്റ എണ്ണമില്ല കൗൺസിലിൽ. ഉണ്ടായിരുന്നു, ഈ അച്ഛൻ വന്നപ്പോൾ അതുമില്ലാതെ. കാരണം എന്താ? പേടി. നമ്മൾ ആരെയും പേടിക്കണം? നമ്മൾ കക്കാൻ പോയ അല്ല ആരെങ്കിലും കുത്തിക്കൊല്ലം പോയ. ഞാൻ നാടൻ ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ സെമിനാറിലൊന്നും പഠിച്ചിട്ടില്ല. നമ്മുടെ വിചാരിച്ചിന് ഏത് സെമിനാറിലാണ് പഠിച്ചതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പം സെമിനാറിലാണ് വല്ല പാർട്ടി വല്ല സ്ഥലത്തുമാണ് പഠിച്ചതെന്നൊരു സംശയമുണ്ട്. ഞാൻ കളിയാക്കാൻ വേണ്ടി പറയല്ല, അനുഭവത്തിന് വിളിച്ചിട്ട് പറയാം. പുള്ളി ഇതിനൊക്കെ മറുപടി തരും, എനിക്കറിയാം. എന്നുവെച്ചാൽ എല്ലാവർക്കും ഒരു ധാരണയില്ലേ, പുള്ളിയുടെ അടുത്ത് ജയിക്കാൻ പറ്റില്ല, പുള്ളി എല്ലാം പഠിച്ചിട്ട് വന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, സന്തോഷം. പക്ഷേ പറയാനുള്ള നഷ്ടങ്ങളോട് പറയണം നമ്മൾ ആരായാലും. അല്ലെങ്കിലല്ലേ ചെറുപ്പത്തിലൊരു കാര്യം. പണ്ട് ഒരു പ്രാവശ്യം ചെറുപ്പത്തിൽ ചിമത്തേക്ക് ഓടിക്കയറി ഓർക്കാണ്. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ ഓർമ്മയുണ്ട? ചിമത്തേക്ക് ഓടിക്കയറി. ഇവിടുത്തെ യുവജനങ്ങളുണ്ട്. ഇന്ന് രാത്രി തീരുമാനിച്ച പുള്ളിനെ കെട്ടി നേരെ വിജോകളിൽ കൊണ്ടാക്കും. ഒരു കൂട്ടമണി മതി, വേറെ കൂടുതലൊന്നും വേണ്ട. അതിനിടവരുത്തരുന്നതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. നല്ല കാര്യങ്ങൾ ചെയ്യണം, നമ്മളതിനെ അപ്രീറ്റ് ചെയ്യും.
അതും പറഞ്ഞ് ഇവിടെ ഇടവകയിലുള്ള എല്ലാവരെയും ഞാൻ നന്നാക്കി കളയാമെന്ന് വിചാരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു കാര്യത്തിനോട് അച്ഛനടുത്ത് വന്നു കഴിഞ്ഞാലില്ലേ അവരെ ക്ഷാമനിപ്പിക്കും. ഇപ്പം നമ്മളൊരു പെങ്കൊച്ചിൻ്റെ ഇതിനു വേണ്ടിയാണ് ഈ മനസ്സമ്മതത്തിനോ കല്യാണത്തിനോ കുടിമേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവനെ ക്ഷാമനിപ്പിച്ചിട്ട് വിടുവുള്ള അവിടെ നിന്ന്. അതൊക്കെ ഒരു വികാരിക്ക് ചേർന്നതല്ലത്. നമ്മുടെ കരിവത്തീച്ചൻ ആദ്യം തുടക്കം ഇങ്ങനെയായിരുന്നു, ചിരിക്കില്ല, അത് കപ്പയാൽ വരെ. ലാസ്റ്റ് ഞാൻ കെട്ടി പിടിച്ചെന്ന് ഒരു ഇത്തിരി കാര്യങ്ങൾ പറഞ്ഞു. പുള്ളി അത് കഴിഞ്ഞ് പോകാൻ നേരത്തെ ഒരു ബുക്ക് തന്നെ ഞങ്ങൾക്ക് നീ കേട്ടിക്കും, അത് വായിച്ചു നോക്കേണ്ടതാണ്. എന്നിട്ട് അതിൽ പുള്ളി എഴുതിയുണ്ട്, നിങ്ങളാണ് യഥാർത്ഥ കൈക്കാരൻ പറയും. ഞാൻ എന്നെ പുകഴ്ത്തല്ല, ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റ് കാണിച്ചു തന്നെ. എന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞ ഞാനൊരു കൂടുതൽ വർഷം 3 വർഷത്തേക്കുള്ളിൽ ഇരിക്കാൻ പാടില്ലൊരു പള്ളി. ആ അച്ഛനെ 4-5 കൊല്ലം കഴിഞ്ഞിട്ട് വിട്ടത്. അന്ന് പോയപ്പോൾ 250 പേരോളം ഉണ്ടായി. ഈ അച്ഛൻ വന്നപ്പോൾ എത്ര പേരുണ്ടായി? ആ കയ്യിരിപ്പിൻ്റെ ഗുണമാണത്. ഒരിക്കലും ശരിയല്ല. പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അധികം പ്രവർത്തിക്കണം. പക്ഷേ നമ്മുടെ ഇടവകൾക്ക് പറ്റിയ വികാരിയല്ലേ. അതുപോലെ ഈ ഇരിക്കുന്ന സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ അവരുടെ കാര്യസാധ്യത്തിനോട് ഇപ്പോൾ ഒരു കുറിയുടെ വിഷയം ഉണ്ടായിരുന്നു നമ്മളുടെ ഇതിൽ. ഞാനുള്ള കാര്യങ്ങൾ ഒരു ചേച്ചി പറഞ്ഞനുസരിച്ച്, പക്ഷെ അത് അംഗീകരിക്കാൻ തങ്കച്ചനോ കുഞ്ഞച്ചൻ ചേട്ടനോ സമ്മതിച്ചില്ല ആദ്യം. അത് ആ 1 മാസത്തെ കാശ് കൂടി കിട്ടി അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. ലാസ്റ്റ് അച്ഛൻ്റെ കാര്യം മനസ്സിലായി, കരിവത്തച്ഛന് മനസ്സിലായിട്ട് കരിവത്തച്ഛൻ ഈ കമ്മിറ്റി ആ ഇതിലുള്ള വക്കീലിനെ വിളിച്ച് സഭാഷനെ വിളിച്ചു മാനേജ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞാൽ അത് ബാബുവും ഡെന്നിയും ഒക്കെ പറഞ്ഞത് കറക്റ്റാണ്. നമുക്കൊരു കുറിയിട്ടി ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കണം, അല്ല ആദ്യത്തെ 1 മാസത്തെ കാശെടുത്ത് പിന്നെ 1 മാസം കഴിഞ്ഞ് 37ാമത്തെ ദിവസം കൊടുക്കുക. അത് ശരിയായ നടപടിയാണ്. പിറ്റേ ആഴ്ച കൊടുത്തു. പക്ഷേ എന്നിട്ടും സെൻട്രൽ കമ്മിറ്റിയിൽ പറഞ്ഞില്ല അത്. ലാസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൊടുത്തു തുടങ്ങി. എനിക്ക് കിട്ടി എന്നതിനാന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കുറി കിട്ടി എന്നതിനാന്ന് കുഞ്ഞാനെ എഴുതിക്കൊണ്ട് ഞാൻ പറയാം. നമ്മൾ ഒരു ഇടവകൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഞാൻ ആത്മാർത്ഥത്തോടെ പ്രവർത്തിച്ചെന്ന് എനിക്കിപ്പോഴും ബോധമുണ്ട്.